യജമാനെ വിളിച്ചിരുന്നു. ഞാനൊരു സ്ഥലം വാങ്ങിച്ചിരുന്നു. അതിന്റെ കാര്യത്തിന് പുറത്തുനിന്ന് പോയിരുന്നു. ഒന്നും പറയണ്ട. എന്ത് പറ്റി നമ്മൾ രാജാവിന്? നമ്മുടെ രാജാവിന്റെ സൈനാധികാരൻ നയമാൻ കുമാരൻ നമ്മുടെ രാജാവിന്റെ അടുത്തെത്തിയെന്ന് അയച്ചിട്ടുണ്ട്. ഓഹോ, എന്താ ഇപ്പൊ കൊട്ടാരത്തിൽ ആശുപത്രിയും തുടങ്ങിയോ? ഓ, നിനക്ക് അങ്ങനെയല്ലേ തോന്നും. അവർ ഉടനെ ഇങ്ങോട്ട് വരും. നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്ത് നയമാനോട് വരുന്നോ? അതെന്തിനാ? അതെന്താന്ന് വെച്ചാൽ എന്റെ ദൈവം അദ്ദേഹത്തെ സൗഖ്യമാക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ട്. നിനക്ക് പണിയൊന്നുമില്ലേ? എന്തെങ്കിലും പറഞ്ഞോ ചേച്ചി? ഒന്നും പറഞ്ഞില്ല. ആ പിന്നെ കാര്യം പറഞ്ഞേക്കാം. യജമാൻ നയമാൻ സൗഖ്യമായിരിക്കും. ചുമ്മാ എന്നെ വിളിക്കല്ലേ. അങ്ങനെ ഓർമ്മയുണ്ടോ? അന്ന് ശൂന്യക്കായ മരിച്ച മകനെ ഒഴിപ്പിക്കാൻ വിട്ട് എന്റെ ഒരു വഴിയിൽ നിന്ന് വിട്ടാം. ഈ കളവൻ കൊച്ചന്റെ മുഖത്ത് വഴി വെച്ചിരിക്കാം. കൊച്ചനോട് ആരക്കാം. അന്ന് അപ്പനോട് നാണം വിട്ടുപോയി. അന്ന് പോയി നെട്ടി പണി. അതൊന്നുമല്ല. യജമാൻ കൂടെ നാളത്തെ വിളിക്കുക. എങ്കിൽ യജമാന്റെ പേര് പോകത്തില്ലേ? പിന്നെ എല്ലാരും കേസി വിളിക്കത്തില്ലേ? എന്നാ ഇങ്ങോട്ട് പോയിക്കോട്ടെ. എന്റെ വീട്ടിൽ ഇത്തിരി അത്യാവശ്യം കാര്യം നോക്കിയാണ്. അതുകൊണ്ട് എന്റെ ഭാര്യ കൊറാൻ ഞാൻ പുറകെ നോക്കാം. അത് സ്വസ്ഥതയും തരുന്നില്ല. യജമാൻ അറിയാൻ ഭാര്യയുടെ സ്വഭാവം. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അറിയാം. നീ എന്താ പോകുന്നില്ലേ? വീട്ടിൽ പോയി അവിടെ പോയി വരെ കേൾക്കും. ഇവിടെ തന്നെ നിന്നേക്കാം. യജമാന്റെ നയമോ ഇനി വരും. അവർ ഉടനെ ഇങ്ങോട്ട് വരും. ഞാൻ എന്ത് ചെയ്യാടി? ഈ മറിച്ച് വീട്ടിന്റെ പാടെ ഞാൻ അങ്ങോട്ട് വരാൻ. യജമാനെ നയമ വരുന്നത് തോന്നുന്നു. മകനെ, നിന്റെ കുഷ്ഠം മാറുവാൻ നീ യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങുക. അപ്പോൾ നിന്റെ ദേഹം പഴയതുപോലായി നീ ശുദ്ധനാകും. ഞാൻ അത്രേ പറഞ്ഞില്ലേ വേണ്ടാത്ത കാലത്തിന് പോലെന്ന്. ഇപ്പൊ